അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മയ്യത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കുന്നതിന്റെ ഇസ്ലാമിക മാനമെന്താണ്? ഒരാൾ മരിച്ചാൽ മറമാടുന്ന സാഹചര്യത്തിലും മറമാടി കഴിഞ്ഞാലും തസ്ബീത്തിനെ ചോദിക്കൽ പ്രവാചക ചര്യയുടെ ഭാഗമായി കാണാൻ സാധിക്കുന്നതാണ്. ഖബറിൽ വെക്കപ്പെട്ടാൽ മുൻകർ നക്കീർ വന്ന് ചോദ്യം ചെയ്യുകയും റബ്ബേതാണ്, നബി ഏതാണ്, മതമേതാണ് എന്നുള്ള ചോദ്യങ്ങൾക്ക് വിധേയമാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനാൽ ഖബറിൽ വെച്ച സാഹചര്യത്തിലും മറമാടിയതിനു ശേഷവും ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത് ഫഇന്നഹു അൽആൻ യുസ്അൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടുക, അപ്രകാരം നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ തസ്ബീത്തിനെ ചോദിക്കുക. അതുപോലെ ഈ സാഹചര്യത്തിൽ ചോദ്യത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതിനാൽ ഏത് പദങ്ങൾ ഉപയോഗിച്ചും ഏത് പ്രാർത്ഥനയിലൂടെയും മയ്യത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കാം, പൊറുക്കലിനെ തേടാം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നതായി കാണാൻ സാധിക്കുന്നതാണ്. പണ്ഡിതന്മാർ ഇതിനെ പല രീതിയിൽ വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട്. അസ്സുന്നത്ത് തഖൂൽ അല്ലാഹുമ്മ അഗ്ഫിർ ലി ഫുലാൻ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു, അല്ലാഹുമ്മ സബ്ബിത്ഹു ബിൽ ഖൗലി സാബിത്, അല്ലാഹുമ്മ സബ്ബിത്ഹു അലൽ ഹഖ്. ഏത് പദങ്ങൾ കൊണ്ടും മയ്യത്തിന് വേണ്ടി തസ്ബീത്തിനെ ചോദിക്കാം. അല്ലാഹുവേ, മയ്യത്തിന് പുറത്തു കൊടുക്കണേ, അതുപോലെ സുദൃഢമായ വാക്കുകൊണ്ട് സ്ഥിരപ്പെടുത്തണേ, അതുപോലെ സത്യത്തിന്മേൽ അടിയുറച്ച് നിർത്തണേ എന്നെല്ലാം അല്ലാഹുവിനോട് തസ്ബീത്തിന്റെ വാക്കുകളായി അല്ലാഹുവിനോട് ചോദിക്കുന്നതിൽ വിരോധമില്ല. കാരണം ഒരു പ്രത്യേക പദം, ഒരു പ്രത്യേക പ്രാർത്ഥന തസ്ബീത്തിന്റേതായി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണയായി കേൾക്കുന്ന അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈ, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ തുടങ്ങിയതായ പദങ്ങളും ഉപയോഗിക്കുന്നത് അതല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് വിരോധമില്ല. കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ഈ പ്രാർത്ഥന മാത്രമേ തസ്ബീത്തിന് വേണ്ടി ചൊല്ലാവൂ എന്ന് സ്വഹീഹായ ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന ഇത്രമാത്രമാണ്, ഇസ്തഗ്ഫിറൂ ലി അഖീകും വസലൂ ലഹു തസ്ബീത്. നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ പാപമോചനം തേടുക, അതുപോലെ തന്നെ തസ്ബീത്തിനെ ചോദിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നതും അത് തന്നെയാണ്. കാരണം അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വസബ്ബിത്ഹു ഇൻദൽ മസ്അല എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. അല്ലാഹുവേ, പുറത്തു കൊടുക്കണേ, ചോദ്യത്തിന് വിധേയമാകുമ്പോൾ സ്ഥൈര്യം നൽകണേ, സുദൃഢമായ ഉത്തരം നൽകാനുള്ള തൗഫീക്ക് നൽകണേ എന്നെല്ലാം ഇഷ്ടമുള്ള പദങ്ങളിലൂടെ തസ്ബീത്തിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവരും ഒരുമിച്ച് തസ്ബീത്ത് ചൊല്ലുന്നത് കൊണ്ടും വിരോധമില്ല എന്നുകൂടി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്നാൽ ഒരാൾ തസ്ബീത്ത് ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ ഏറ്റുചൊല്ലുന്നതായ സമ്പ്രദായം സലഫുസ് സ്വാലിഹീങ്ങളുടെ മാതൃകയിൽ കാണാൻ സാധിക്കുന്നുമില്ല.